കില്ലേഴ്സ് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ കില്ലർ ഇല്ലാണ്ട് എനിക്കൊരു ദിവസം പറ്റില്ല. അത് കുറച്ച് നാളിപ്പോൾ ശരിയായി വന്നായിരുന്നു, പക്ഷെ ഇപ്പം ആദ്യം അങ്ങനെ ആയി തുടങ്ങി. ഇപ്പം ഞാൻ 3-4 എണ്ണമൊക്കെ കഴിക്കുന്നുണ്ട്. ആദ്യം ഒരെണ്ണം കഴിക്കണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കഴിച്ചു വരുമ്പോൾ ഒന്നിൽ പിന്നെ നിൽക്കില്ല. ആ ഒരു ഗുളിക നമ്മൾ ചിലപ്പോൾ ഒരു 2 എണ്ണം 3 എണ്ണം ഒക്കെ കഴിക്കുമ്പോഴാണ് നമുക്ക് കുറയാം. ചിലപ്പോൾ അതെന്റെ തോന്നലാവാം, എനിക്കിപ്പോൾ ഇത് കഴിച്ച് ഇപ്പൊ 2 എണ്ണം കഴിക്കുമ്പോഴാണ് എനിക്ക് കുറയണേന്നുള്ളത്. അപ്പൊ വീട്ടിലെല്ലാരും പറയും കിഡ്നി എന്നാണോ അടിച്ചു പോടേന്ന് പറയാറുണ്ട്. ഇത്രയും നമ്മൾ ഒരു ദിവസം പെയിൻ കില്ലർ കഴിച്ച് നമ്മുടെ ബോഡിക്ക് സൈഡ് എഫക്ട് ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. എന്റെ ലിവറൊക്കെ ഓൾറെഡി ഡാമേജ് ആണ്. അതായത് ഹെപ്പറ്റോമെഗാലി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും? സഹിക്കാൻ ഉറങ്ങണ്ടേ? ഏതെങ്കിലും ഒരു ദിവസം ഓർമ്മയുണ്ട് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇനി ഇത് വേണ്ട എന്ന് പറഞ്ഞ് ചില സമയത്തൊക്കെ അതായത് മരിച്ചു കളയാന്നൊക്കെ തോന്നാറുണ്ട്. സത്യം. അതിപ്പോ എന്റെ മോളുടെ കാര്യത്തിലൊന്നും എനിക്ക് ടെൻഷനില്ല. ഇപ്പൊ എന്റെ മോൾക്ക് ഇപ്പൊ ഞാനില്ലെങ്കിലും എന്റെ വീട്ടുകാരെയും ഹസ്ബൻഡിന്റെ വീട്ടുകാരെയും അവളെ നോക്കിക്കോളും. അങ്ങനത്തെ അല്ലാതെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പൊ അയ്യോ ഇനിയിപ്പോ മോളെ ഒറ്റപ്പെടും അങ്ങനത്തെ ഒരു ഇല്ല. അവൾക്കും അത് അവളെ അതുപോലെ കണ്ടറിഞ്ഞ് നിന്നോളൂ ഇവരുടെ അടുത്ത്. ഇത് മോക്കറിയാം, മോളെ ഇന്റർവ്യൂ കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് അടിക്കും. ഇതൊക്കെ ഞാൻ പറയാറുണ്ട്, ഡയറക്റ്റും പറയാറുണ്ട്. എങ്ങനെ നിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് കിടന്നുറങ്ങി നാളെ ഞാൻ എനിക്കൊന്നും കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ. പക്ഷെ എനിക്ക് മരിച്ചാലോന്നൊക്കെ തോന്നിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. മെയിനായിട്ട് വേറെ മാനസിക പ്രശ്നങ്ങളല്ല, എനിക്ക് വേദനയുടെ പ്രശ്നം വരുമ്പോഴാണ്. വേദന ഇതിൽ ഭയങ്കര കൂടുതലാണ്. എനിക്കിപ്പോൾ ഈ ഒരു കണ്ടീഷൻ മാത്രമല്ല ഉള്ളത്, എനിക്ക് ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വേറെ ഒരുപാട് ഓട്ടോമ്യൂൺ കണ്ടീഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഫൈബ്രോമയാൽജിയ, IBS എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം കൂടെ വരുമ്പോ നമുക്ക് മൊത്തത്തിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഞാനൊന്ന് ബെറ്ററായി തുടങ്ങിയത്. അത് ഈ പറഞ്ഞ പോലെ സൈക്കോളജിസ്റ്റിന്റെ സൈക്കാട്രിസ്റ്റിന്റെ ഒക്കെ അവരുടെയും ട്രീറ്റ്മെന്റ് ഒപ്പം തന്നെ എടുത്തിട്ടാണ്. അതിപ്പോ എനിക്ക് മെസ്സേജ് അയക്കുന്നവരുടെ അടുത്തായാലും ഞാൻ പറയാറുണ്ട്. അതെന്നോട് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ ഫൈബ്രോമയാൽജിയ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്കിത് ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ പറയും ഒരു സൈക്കാട്രിസ്റ്റിനും കൂടെ കാണാൻ പറയും. കാരണം നമുക്കത് ആവശ്യമാണ്. നമ്മളെ മെന്റലി ഒരുപാട് നമ്മളത് ബാധിക്കും. ഈ ഒരു അസുഖം വന്ന സമയത്ത് പെയിൻ കൊണ്ടാണോ എന്നുള്ളത് ഞാൻ കണ്ടതാണ് ഒരു കമന്റ്. ഭയങ്കര നമുക്ക് ഡിപ്രഷൻ ആൻസൈറ്റിയിലോട്ടൊക്കെ പോകുമെന്ന് ഞാൻ കേട്ടായിരുന്നു. മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭയങ്കര ദേഷ്യമാണോ അല്ലെങ്കിൽ വിഷമമാണോ, എന്താണ് ഏറ്റവും കൂടുതൽ? എല്ലാം വരും. നമുക്ക് വല്ലാത്തൊരവസ്ഥയാണത്. അതിപ്പോ ഈ കണ്ടീഷനുള്ള എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ട വരുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ അടുത്തിരിക്കാൻ. ഇപ്പൊ ഇന്നാളൊരു കുട്ടി മെസ്സേജ് അയച്ചത് സ്കൂളിൽ പഠിക്കാൻ, അവള് +2 കണ്ട പഠിക്കണേ, ഫ്രണ്ട്സ് ഒന്നും അടുത്തിരിക്കില്ല, ഇങ്ങനെ എന്തോ നിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സ്മെല്ല് വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സ്കൂളിൽ പഠിക്കുന്ന